ഞെട്ടിക്കുന്ന നടുക്കുന്ന ഫോൺ സംഭാഷണം നമ്മുടെ സന്ദീപ് ബ്രോയാണ് ആ ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. രേണുവിന്റെ എല്ലാ തെമ്മാടിത്തരവും, രേണു കാണിച്ച എല്ലാ വൃത്തികേടും ആ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ എല്ലാം പൊളിയുന്നുണ്ട്. ഏകദേശം 19 മിനിറ്റിന്റെ ഫോൺ സംഭാഷണമാണ്. നിങ്ങൾ ഫ്രീ ആയി ഇരുന്നൊന്ന് കണ്ടാൽ മതി. അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പൊന്നുമനുഷ്യന്മാരെ, രേണു സുധിയും കൂട്ടാളികളും പുതിയ അടവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമ മല്ലൂസാണ് ഈ ഒരു വാർത്ത കൊടുത്തത്. അതായത് രേണു സുധിക്ക് മെഡിസിൻ മേടിക്കണമെങ്കിൽ ഏകദേശം 2,50,000 രൂപയുടെ മെഡിസിൻ, ഒരു സമയത്തെ മെഡിസിന് പൈസ വേണമെന്നാണ് പറയുന്നത്. ഇത് എന്തിനല്ല ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കിച്ചുവിനെ തകർക്കണം. ഇതിലൂടെ കിച്ചുവിന്റെ തന്തക്കും തള്ളക്കും ഈ പറയുന്ന കമന്റ് വരണം. കിച്ചുവിനെ 4 ആൾ അൺഫോളോ ചെയ്യണം. അതിനു വേണ്ടി കളിക്കുന്ന നാടകമാണ്. ഓക്കെ, അത് അതേമാതിരി നടക്കുന്നു എന്നാണ് സത്യാവസ്ഥ. ഇതിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ മൊത്തത്തിൽ കിച്ചുവിന് തെറിയാണ്. ഓക്കെ, ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. നമ്മുടെ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കാം. നീ ഒരു കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ചോണ്ടാണ് നീ നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നോക്കുന്നേ. മനസ്സിലായോ? അതെ അതെ. നീ അത് കുഞ്ഞാണ്. അത് 20 വയസ്സ് 21 വയസ്സിലെ ഒരു കൊച്ചാണ്. അതിന്റെ ഒരു പ്രായമൊന്നും ആയിട്ടില്ല. അത് എത്രത്തോളം അനുഭവിച്ച ആ ഒരു പ്രായത്തിന്റെ ഉള്ളില്. എന്നിട്ട് അതിന് ആരോടെങ്കിലും പരാതി ഉണ്ടോ? നീ ആയിട്ടല്ലേ ആ കൊച്ചിനെ വലിച്ചിട്ടത്. അല്ലാണ്ട് അവൻ വന്ന് അവന് ഇനി എല്ലാരെയും വിളിക്കുന്നുണ്ടല്ലോ, എന്നെ ഒന്ന് വന്ന് കാണ്. ഞാൻ ഒരു വയ്യാണ്ട് ഇവിടെ കിടക്കുകയാണ്. ഞാൻ എല്ലാരെയും വിളിച്ച് വരട്ടെ? എന്റെ അടുത്തേക്ക് വരത്തേണ്ട ആവശ്യമില്ല. എന്നെ കാണാൻ വരുന്നവര് വരും, ഇല്ലാത്തവര് വരണ്ട. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇത് എനിക്ക് നിങ്ങളോടൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മളൊന്നും പറഞ്ഞാലൊന്നും അവരുടെ ചെവിയിലേക്ക് എത്തത്തില്ല. സത്യമായിട്ടും പറയാൻ എന്റെ നെഞ്ഞ് പൊളിയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ അച്ഛന്റെ ഇതും കൂടി കേട്ടപ്പോണ്ടല്ലോ, ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്നത് എന്തോ ഒരു ഭാഗ്യമാണ്. സത്യം പറയാൻ ആ സുധിയുടെ ആത്മാവ് ആ കൊച്ചിന്റെ കൂടെ ഉണ്ട്. സത്യമായിട്ടും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ കൊച്ചിനൊക്കെ എന്നെ സത്യമായിട്ടും പറയാം. ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നു, എന്റെ മനസ്സിൽ എന്തെങ്കിലും ഞാൻ വലിയ ഒരു ഇതായിട്ടൊന്നും പറയുന്നല്ല കേട്ടോ. ഞാൻ സാധാരണ ഞാൻ എന്നും ഡെയിലി പണിക്ക് ഞാൻ ടൈലറിങ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അതിന് പോയില്ലെങ്കിൽ, ഈ മാസം പോയില്ലെങ്കിൽ അടുത്ത മാസം എനിക്ക്, ഈ മാസം പൈസ കിട്ടില്ല, അടുത്ത മാസം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളാണ്. എന്നാലും പറയാ, ഞാൻ എന്റെ മനസ്സിൽ മുൻകൂട്ടി ഞാൻ ഈ പെണ്ണുമ്പളേക്ക് ഇത് ഈ അസുഖം കണ്ടതാ. ഉള്ള കാര്യം പറയാലോ. കാരണം എന്താന്ന് വെച്ചാല് എത്രയോ ഇതൊക്കെ തുറന്നു കാണിക്കുന്നതും ഇതില് മോശമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പെണ്ണുമ്പളൊക്കെ അഹങ്കാരമാണ്. മനസ്സിലായോ? ഇപ്പൊ ഈ രേണുസുതി നമ്മൾ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാര്യം ഈ പെണ്ണുമ്പിളെ അഹങ്കാരം മാത്രമാണ്. അല്ലാണ്ട് പെണ്ണുമ്പിളെ എങ്ങനെ പോയാൽ നമുക്കൊന്നും കുഴപ്പമില്ല. നമുക്കൊരു വീട് ഒരാൾ തരുവാണെങ്കിൽ നമ്മൾ അവര് ദൈവത്തിന്റെ തുല്യം കാണും. അതിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പെണ്ണുമ്പിളെ അഹങ്കാരം. ഇപ്പൊ പോയിട്ട് മാപ്പ് പറഞ്ഞ അസുഖം വന്നപ്പോ ഒരാളെ പോയി മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഈ അസുഖം വരുന്നതിന് മുന്നേ നീ നല്ലവളായിരിക്കണം. ഞാൻ പറയാ കിച്ചു വേദനിക്കുന്ന എത്രത്തോളം വേദനിക്കുന്നു അതേപോലെ തിരിച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച, ഈ അസുഖം ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ കൊച്ചിനെ നോക്കാൻ ഇവൻ മാത്രമേ കാണത്തുള്ളൂ. ആ കൊച്ചിന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് ഏത് ദൈവത്തിന്റെ മുന്നിൽ വെച്ചിട്ടാ പറയുന്നത്? നമ്മളൊക്കെ ഇരിക്കുന്ന ഭൂമിയെ മറന്ന് ജീവിക്കുന്നില്ല കേട്ടോ. ആ കൊച്ച് എപ്പോ പോയാലും ആ കൊച്ചിനെയും കൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച അവനെ കൊണ്ട് പറ്റുന്നത് അവന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അവന്റെ തന്തയൊന്നുമല്ല, ചേട്ടനാണ്. അവൻ പണിയെടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അവൻ ഭാവിയിൽ ആ കൊച്ചിനെ നോക്കും, 100% നോക്കും. പക്ഷെ ഇവളുടെ ഇത് വെച്ചിട്ട് ഇതുങ്ങൾ രണ്ടും വേറെ പോകുന്നാണ് തോന്നുന്നത്. ഞാൻ പറയാ, കുറ്റപ്പെടുത്തല്ലേ. ഒരു കടുകുമണിയുടെ നിങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ എനിക്ക് പറയണമെന്നുണ്ട്. നമ്മൾ കമന്റ് ഇടുമ്പോ അത് എത്രത്തോളം നിങ്ങൾ കാണും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയാം, ഒരു കടുകുമണിയുടെ അത്രയും പോലും ആ കൊച്ചിനെ കുറ്റപ്പെടുത്തി. ഇനി ആ കൊച്ചു ഭൂമിയിൽ ആരും ചെയ്യാത്ത ഒരു കുറ്റം ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. അത് ആ കൊച്ചിന് 21 വയസ്സായിട്ടില്ല. അതിന്റെ ഉള്ളില് ആ കുറ്റം ചെയ്ത സമയത്ത് അതിനുള്ള പ്രായമില്ല, അതിന്റെ ബുദ്ധിക്കുള്ള പ്രായമില്ല. അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അതിന്റെ തന്തയും ഈ വന്നു കയറി പെണ്ണുമ്പളെ മാത്രമാണ്. ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് ഈ കെടുന്നിട്ടാണ് ഇമ്മാരി പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവള് ദൈവത്തിനെ വിളിക്കുന്നുണ്ടല്ലോ അവിടെ കിടന്നിട്ട്. സത്യം പറയണേ, ഇവളുടെ ആദ്യത്തെ ഈ അസുഖം പറഞ്ഞ് വന്ന ആ ഒരു ഇന്റർവ്യൂല് ഇത് പറയുന്ന അടുത്ത് എന്റെ ശരി പാവല്ലേ അങ്ങനെ തോന്നിയ ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമല്ലായിരുന്നു അവളെ. പക്ഷെ ഇത് അസുഖം പറഞ്ഞപ്പോ അയ്യോ ദൈവമേ ഇതെന്തപ്പത് ഇങ്ങനെ ഒരു എന്റെ മനസ്സിൽ തോന്നിയതാ. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഞാൻ കേൾക്കുന്ന എനിക്ക് ഇതില്ലായിരുന്നു. അഹങ്കാരത്തിനുള്ള കൂലി ഇത്രേ ഉണ്ടാവുള്ളൂ. അത് ഞാനായാലും ഞാൻ അഹങ്കരിച്ച എനിക്ക് കിട്ടാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. അത് ഈ അസുഖമല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഈ അസുഖം വന്നോളന്നില്ല. വേറെ ഏതെങ്കിലും വഴിക്ക് ദൈവം തരും. നമുക്കത്
പറയാനാണ്. അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ തെറ്റുപറ്റിയെന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ കിടന്നിട്ട്. അല്ലാണ്ട് റീലെടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ടൈമിലൊന്നും മൊബൈൽ ഉപയോഗിച്ചുകൂടാ. അതെ അതെ, ഡോക്ടർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നാണ് അനുമോളൊക്കെ പറയുന്നത്. ആ മൊബൈൽ കയ്യിൽ വെച്ചൂടാ. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കൊച്ചിനെ കണ്ടിട്ടുണ്ട്. ഇത് നേരിട്ട് ഞാൻ ഇത് ഇങ്ങനത്തെ ഇതല്ല, ഇതിന്റെ എല്ലാം ബ്ലഡ് ക്യാൻസർ ഉള്ള കൊച്ചിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് 21 പൊക്കം കൊച്ചു മരിക്കുവാണ്, അത് അറിഞ്ഞിട്ട്. മനസ്സിലായോ? ഇപ്പൊ അത് അവരുടെ കൊച്ചിന് എന്നും ജലദോഷമാണ്. ജലദോഷം മാറാനല്ലാണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും അറിയുന്നില്ല. ലാസ്റ്റ് ഈ സംഭവം മേത്തൊക്കെ പാണ്ട് വന്ന് തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഇന്നമാതിരി ഒരു ടെസ്റ്റ് നടത്തി നോക്കണമെന്ന് പറഞ്ഞ് പോയി ടെസ്റ്റ് നടത്തി നോക്കിയപ്പോ അത് കൊച്ചിന് ഇതാണ് സംഭവം. അപ്പൊ മൂത്ത് അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം 15 ദിവസം വെച്ച് ജീവിച്ചെങ്കിലേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാം, ഒരു ദിവസം 50,000 ഇഞ്ചക്ഷൻ തന്നെ വേണം. അപ്പൊ അവര് പറഞ്ഞു വേണ്ട, എന്റെ മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ 15 ദിവസം ഡോക്ടർ പറഞ്ഞെങ്കിൽ 21 ദിവസം കുഞ്ഞ് ജീവിച്ചായിരുന്നു. 21 പക്കം കുഞ്ഞ് മരിക്കുവാണ് അതിനകത്ത്. നമ്മൾ അതുപോലെ കൊണ്ട് ഇതാക്കിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവള് പറഞ്ഞ ഏറ്റവും വലിയ നുണ എന്താണെന്നറിയാവോ? ഇവൾക്ക് 15 വയസ്സിൽ ഈ സംഭവം അറിഞ്ഞു എന്നുള്ളത് നുണ. കാരണം എന്താന്ന് വെച്ചാല് ഈ സംഭവം 15 വയസ്സിൽ ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഡോക്ടർമാര് ഇവളോട് പറയൂ മോളെ ഇത് വീട്ടിലാരും അറിയിക്കണ്ട, ഇത് ഭാവിയിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഒരിക്കലും ഒരു ഡോക്ടർമാര് പറയത്തില്ല, വീട്ടുകാരെ അറിയിക്കും. തീർച്ചയായിട്ടും. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ തൊട്ട് ഇവള് പറഞ്ഞു ശ്രുതിച്ചേട്ടൻ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരു സംശയം പോയി നോക്കിയപ്പോ ഇതിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ ഇത് അറിഞ്ഞെന്ന്. എത്രയോ ഇവള് പറയുന്നതിൽ ഇവൾക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നീടാണ് ഇവള് എന്താ പറയുന്നത് ഇവൾക്ക് ഓർമ്മയില്ല. ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് കണ്ടെന്ന്. ഒരിക്കലും അന്ന് ആരെങ്കിലും ഇവളെ പിടിച്ച് കിട്ടായിരുന്നോ? ഞാനത് ആരോടും പറയാതെ ഒളിപ്പിച്ച് വെച്ചു. എന്തിനാ ഒളിപ്പിച്ച് വെക്കുന്ന? ഇവളെന്താ ഒളിപ്പിച്ച് വെക്കിയത് എന്തുവാ? ഒളിപ്പിച്ച് ആർക്ക് വേണ്ടിട്ട് ഒളിപ്പിച്ച് വെക്കുന്നത്? നിനക്ക് അത്രമാത്രം ഭാരമുണ്ടായിരുന്നു? നീ ഈ പല്ലിനും ഈ മുടിക്കൊക്കെ ചെയ്ത പൈസ മതിയായിരുന്നല്ലോ നിനക്ക് അന്ന് ഈ അസുഖം ഒന്നും മാറ്റിയെടുക്കാൻ. ഇവള് അറിഞ്ഞത് ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും വന്ന് അറിയുന്ന ആൾക്കാർക്കൊന്നും ഇത് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ഇത് ഇവള് ഈ ദുബായി പോയിട്ട് ഇവള് അറിഞ്ഞിട്ടുണ്ടാവും. എന്തിനോ പോയപ്പോ അതാ. ഇതിപ്പോ നമ്മുടെ ശരീരത്തുണ്ടെങ്കിലും പെട്ടെന്ന് ഒന്നും നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വർഷം പോലും ആയിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 19-20 വയസ്സായിട്ടുള്ള കൊച്ചിന് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഇവളെ കുറിച്ചല്ല കേട്ടോ, ഇതിനെ കുറിച്ച് ഈ അസുഖത്തിനെ കുറിച്ച് ഞങ്ങളിപ്പം 3-4 പേര് ചോറ് കഴിക്കുമ്പോ ഇതിനെ കുറിച്ച് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ കൊച്ചിരുന്ന് ചോറുന്നുണ്ട്. അപ്പൊ ഈ കൊച്ച് ഇതൊക്കെ കേട്ടിട്ട് പിന്നീട് ഒരു വൈകുന്നേരം ആയപ്പോ ചേച്ചി നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടായിരുന്നു ചേച്ചി, എനിക്കും ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തപ്പോ കൊച്ചിന് നല്ലൊരു മുഴയുണ്ട്. അത് കരിങ്കല്ല് പോലത്തെ ഒരു മുഴയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും ആദ്യത്തെ സൂപ്പർവൈസറും പറഞ്ഞു നിങ്ങൾ 1 മിനിറ്റ് പോലും മോള് വഴുകരുത്, വീട്ടിലേക്ക് പൊക്കോ, ലീവ് എടുത്തോ. എന്നിട്ട് വീട്ടുകാരെ വിളിച്ച് ഞങ്ങളാണ് അറിയിച്ചത് ഇങ്ങനെ ഈ കൊച്ചിന് ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ അപ്പഴേ കൈയോടെ 2 ദിവസം കഴിഞ്ഞ കൊച്ചിന് ഓപ്പറേഷനാ പറഞ്ഞ്. അതപ്പോ തന്നെ മുഴ എടുത്ത് കളഞ്ഞേ. ഇതൊക്കെ എത്രയോ മാർഗങ്ങളുണ്ട്. ഈ മുഴ എടുത്തു കളഞ്ഞിട്ട് വലിയ ഇതൊന്നും ഇല്ല. നമ്മള് ഇത് എടുത്തു കളഞ്ഞാൽ ഇതിനോടുള്ള ഇതുണ്ടാവും. പക്ഷെ ഈ കൊച്ചി ചെറുപ്പത്തിലായതുകൊണ്ട് ഇത് ചിലപ്പോ പൂർണ്ണമായിട്ട് മാറും. മരുന്ന് കഴിച്ചാൽ മതി. ഇപ്പോഴും മരുന്ന് കഴിച്ചോണ്ടിരിക്കണോ വെച്ച്. മനസ്സിലായോ? ഇവള് ആരെയാണ് പറഞ്ഞത്? ഇവള് പറയുന്നത് നമ്മൾ കേട്ടോളണം. ശരിയായിരിക്കും കേട്ടോ. ശരി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊന്നും പറ്റുന്നില്ല. ഇവള് ഒന്നും വേണ്ട. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആരാ സപ്പോർട്ട് ചെയ്യുന്നേ? കൊച്ചിന്റെ മൗനുണ്ടല്ലോ, അത് നേരെ ഒരു പെൺകൊച്ചിനെ കണ്ടല്ലോ. എന്തോ ഭാഗ്യത്തിനാ കൊച്ചി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനെന്തെങ്കിലും പറ്റിപ്പോയി ആ പ്രാക്ക് ഇതുങ്ങളുടെ തലേന്ന് പോകത്തില്ല.
പോകത്തില്ല. അവള് ഈ ജപമാല ജപിച്ചിട്ടും അവിടെ കടന്നു ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളെ പോലെയുള്ളവർക്ക് അവളോട് പറയാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ തെറ്റെന്താന്നുള്ള ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓരോരുത്തർ വന്നിരുന്ന് പറയുമ്പോ ഞാനിപ്പോ അവനെ കിച്ചുവിന് എതിരായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയെന്ന് വിചാരിക്കേ, ഞാൻ ചിന്തിക്കണം ആ കുഞ്ഞിന് ആരുമില്ല, അവൻ എന്തോ തെറ്റ് ചെയ്തോട്ടെ. ഇതിപ്പോ കുറെ എണ്ണം വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇവളുടെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ അതുപോലെ പോവാത്തത് കൊണ്ടാണോ? ഓരോരുത്തർ സപ്പോർട്ട് അന്വേഷിച്ച് പോവാത്തത് കൊണ്ടാണോ? ഞാൻ ചോദിക്കുന്നത് സുധിയുടെ വീട്ടുകാർക്ക് എന്തായോ ഒരു വിവരമില്ല അവർക്ക്. അന്ന് അവരെങ്കിലും ഒന്ന് പറയണ്ടേ ഇമാരി ഒന്നും പറയരുത് എന്നുള്ളത്. ആർക്കും വേണ്ടതൊരു കുഞ്ഞാണോ അത്? ഞാൻ പറയാം ആ കൊച്ച് ഇതിപ്പോ ശാസ്ത്രക്കാൻ എന്തെങ്കിലും കാലക്കേട് ഉണ്ടാവും, പക്ഷെ അതങ്ങനെ പൊക്കോട്ടെ. പക്ഷെ ആ കൊച്ചിന് ഇനി വരാൻ പോകുന്ന ഭാവി ഉണ്ടല്ലോ നല്ലതായിരിക്കും. ഒരു പെണ്ണും കൂടി കല്യാണം കൂടി കഴിച്ച് നല്ലൊരു പെണ്ണും കൂടി വന്ന് അവന്റേതായ അവൻ ഈ വീട് അവന് വേണ്ട. എന്ത് കാരണം എന്താന്ന് വെച്ചാൽ ഈ അച്ഛനും കൂടി ഇങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ ഇത് കേട്ടപ്പോണ്ടല്ലോ എനിക്ക് സത്യം പറയല്ല എന്റെ കണ്ണീര് വെള്ളം വന്നു പോയി. എന്തോ ഇയാൾ പോലും ഇങ്ങനെ പറയുന്നേ. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരുവാ ഇങ്ങേര്. ഞാനൊരു ദൈവത്തിനെ മറന്നൊന്നും പറയാത്ത ഒരാളാണ്. ഞാൻ ഇന്ന വരയ്ക്കും ഞാൻ ഓരോ പോസ്റ്റ് കമന്റ് ഇട്ടേക്കുന്ന അച്ഛനെ പറഞ്ഞിട്ടാ. അച്ഛനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്ക് തോന്നിയില്ല, അങ്ങനെയൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചായിരുന്നു. പക്ഷെ ഇങ്ങനെ കാലം വരുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെയില്ലേ ഒരു കുഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. അങ്ങനെ എന്തെങ്കിലും കൊച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇവള് പറയുന്ന പോലെ എന്തെങ്കിലും? ഞാനിത് പറയാൻ വേണ്ടിയാന്ന് വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ഒരു ആൾക്കാരോട് പറയുമ്പോഴേ നമുക്കത് അവരിലേക്ക് എത്തത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നമ്മളിവിടെ കിടന്നിട്ട് വിഷമിച്ചിട്ടും ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, എനിക്ക് ആ കൊച്ചിന് വേണ്ടി നിങ്ങളോട് ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളൊരു, അവൻ വലിയൊരു 40 വയസ്സായ ചെറുക്കനൊന്നുമല്ല ഇതിലിടയ്ക്ക് കാണിച്ചു കൂട്ടാൻ. ഇവൻ 20 വയസ്സിന്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളല്ലേ, അത് അവന്റെ തെറ്റല്ല. അവനെ വളർത്താൻ ആരുമില്ല, അവനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അവൻ വളർന്ന സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. അത്രേ ഉള്ളൂ. എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടുള്ള പിള്ളേര് പോകുന്നത് പിന്നെയാണോ അപ്പൊ അവന്റെ കാര്യം? അവനൊക്കെ ഇങ്ങനെ വന്ന അവന്റെ അച്ഛന്റെ ഒരു പ്രാർത്ഥനയുള്ള, എന്റെ മനസ്സിൽ പെടുന്ന ഒരു കാര്യം പറയാം. അവന്റെ അച്ഛന്റെ ആത്മാവ് ഇതുവരെ ശാന്തി ഒരു സമാധാനം കിട്ടാണ് നടക്കണ്ടാവും ആ കൊച്ചിനെ ആലോചിച്ചിട്ട്. സത്യമായിട്ടും നമ്മള് മക്കളെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വേദനിപ്പിക്കരുത്. നമുക്ക് ഇഷ്ടമുണ്ടോ ഒരാളുടെ കൂടെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നീ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയവരാരും നന്നായിട്ടില്ല. മനസ്സിലായോ? കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് നമ്മള് വീട്ടിലെ കൊച്ചുങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരാളും നന്നായിട്ടില്ല എന്റെ അറിവില്ലേ. കൊച്ചുങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങളെ കൊച്ചുങ്ങളെ കൊണ്ട് പോകാൻ തയ്യാറുള്ളവരുടെ കൂടെ പോവുക, അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. എന്തിനാണ് അതിന്റെ ആവശ്യം? കുഞ്ഞിനെയൊക്കെ പറയുന്നതിനൊക്കെ അവൻ കണ്ടിട്ടില്ല. ഈ 2 വയസ്സെന്ന് പറയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവത്തില്ല. ആ കുഞ്ഞിനെ പറയാ നിന്റെ അമ്മ വിട്ടിട്ട് പോയില്ലേ, നിന്റെ അമ്മ വിട്ടിട്ട് പോയില്ലേ, നിന്റെ അമ്മ വിട്ടിട്ട് പോയില്ലേ, ഒരു 10 പ്രാവശ്യം ഒരു 10 ആൾക്കാർ പറയുമ്പോ ആ കൊച്ചിന്റെ മനസ്സെന്തായിരിക്കും? അതെ അതെ തീർച്ചയായിട്ടും. ഇത്രയും നാളും കേൾക്കാത്ത ഒരു കൊച്ച് ഇപ്പൊ വന്നിട്ട് നിന്റെ അമ്മ, നീ പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നീ ഈ എടുക്കുന്ന പൈസ, ഈ കിട്ടുന്ന 1 രൂപ പോലും നിനക്ക് ഉപകരിക്കാണ്ട് പോട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ കുഞ്ഞിനെയൊക്കെ വേദനിപ്പിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ? നീ നിന്റേതായ കാര്യത്തിൽ പോയി എത്ര ലക്ഷം വേണം നിനക്ക്? അവൻ എന്താ പറഞ്ഞേ? അമ്മ അവൻ ഇത് തുടങ്ങിക്കോളാൻ പറഞ്ഞു, ഗുഡ് എന്ന് പറഞ്ഞത്. അയ്യോ ഞാനൊക്കെ അവളുടെ അടുത്തുണ്ട്. അവൻ ഗുഡ് എന്ന് പറയുന്നത് എന്താ? നീ തുടങ്ങുന്നു പറഞ്ഞു. അവന് അതിനെ കുറിച്ച് കൂടുതൽ എന്തുണ്ടാവില്ല. ഇവളിങ്ങനെയൊക്കെയാണ് അത് തുടങ്ങാൻ പോണേന്ന് അവനറിയാവോ? അറിയാവോ? ഇല്ല. നീ തുണി പറിച്ചു എന്നുള്ളത് പുറത്ത് ആൾക്കാർ വിട്ടപ്പോഴാണ് അവൻ കണ്ടത്. അപ്പൊ അമ്മ നിർത്തിക്കോ, ഇത് പറ്റില്ല, കൊച്ചിനെയും കൂടി ബാധിക്കുമെന്ന് പറഞ്ഞ തെറ്റ്. അതുപോലെ അവന്റെ ചാറ്റ് ഉണ്ടോ? അവന് 10 രൂപ, അവന്റെ വീഡിയോ 100 രൂപ കൊടുത്ത്. എടോ, ഞാൻ എന്റെ മോന് കൊടുക്കുന്ന കണക്ക് ഞാൻ പറയത്തില്ല ഒരാളോടും. ആരും പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ അവനെ ഒരു മോനായിട്ട് കരുതിയിട്ടില്ല. കിച്ചന്റെ ഇത്രയും മേടിച്ചു, കിച്ചന്റെ അത് മേടിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതൊന്നും ഉൾപ്പെടുത്തണം കേട്ടോ. ഈ ബിഗ് ബോസിൽ ഇരിക്കുമ്പോ ഇവന് പൈസ അയച്ചു കൊടുത്തിരുന്നെന്ന്. ബിഗ് ബോസിൽ ഇരിക്കുമ്പോ സാരി ആരോ പറഞ്ഞു, ഞാൻ കേട്ടതാ. ഇരിക്കുമ്പോ ഇവന് പൈസ അയച്ചു കൊടുത്തത്. അവനും കൂടി വന്ന് പറഞ്ഞായിരുന്നു, അവനോടാണ് വിളിച്ചു പറയാറുന്നത് പൈസ അയച്ചു കൊടുക്കാൻ, മന്തി മേടിക്കാൻ.
ഉം ഉം. അപ്പൊ ഈ ബിഗ് ബോസിൽ ഈ വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അറിയത്തില്ല, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല, നമ്മൾ സാധാരണക്കാരും വിളിക്കാനും പിടിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഇതൊക്കെ വിളിച്ച് കിച്ചു ആരോടാ ചോദിക്കുന്നത്? വിളിച്ചത് മോഹൻലാലിനോടാണോ ചോദിക്കുന്നത്? ലാലേട്ടനോടാണോ ചോദിക്കുന്നത്? എന്റെ അമ്മയോട് പറ കുറച്ച് പൈസ അയച്ചുതരാം. നാണമുണ്ട്? ഇവരെന്താ വിചാരിച്ച് മറ്റുള്ള ജനങ്ങളെല്ലാം മറ്റേ ചോറ് തന്നെ തിന്നുന്നേ, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇവര് ഈ പറയുന്നതെല്ലാം കേട്ടോണ്ട് നമ്മളയ്യോ അതാണ് രേണു, അതിപ്പോ പറയുന്നവരുണ്ടാവും, ഉണ്ടാവും. അതുങ്ങളൊക്കെ അതേ രീതിക്ക് പോകുന്നവരാ. ഏതോ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മോൻ കളഞ്ഞിട്ട് എന്റെ ദൈവമേ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞ, എന്നെ അങ്ങ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങ് ഇവൻ പ്രാർത്ഥിക്കുക മരിക്കാൻ വേണ്ടിട്ട്, എന്നെ അങ്ങ് എങ്ങനെയും കൊന്നു തായോന്ന് പറഞ്ഞിട്ട് ദൈവം ഇവനോട് പറഞ്ഞ് ആദ്യം നിന്റെ അമ്മയോട് പ്രാർത്ഥന നടത്താൻ പറയാം. എന്നുവെച്ചാൽ അമ്മമാര് പ്രാർത്ഥിക്കുക എന്റെ മോനൊന്നും പറ്റല്ലേ, മനസ്സിലായോ? ആദ്യം ആ തള്ളയോട് പ്രാർത്ഥന നടത്താൻ പറ, എന്നാലും നിന്റെ ജീവൻ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളൊരു നിങ്ങള് ഇവർക്ക് റീച്ചിന് വേണ്ടിട്ട് ആ കുഞ്ഞിനെ അവന് ആ സമയം അവന്റെ അമ്മയോ അവന്റെ അച്ഛനോ ഉണ്ടല്ലോ, അവന് ഇത് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും ചോദിക്കത്തില്ലേ? ഞാൻ പറയാ, ദുഷ്ട മനസ്സിന് ദൈവം കൊടുത്ത ഒരു കൂലിയാണ്. ആ ദൈവം അതിനുള്ള നീ വന്ന് മുടി പറിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ചെയ്ത് നന്നായിരിക്കണം. നീ ചെയ്യുന്നത് എന്തുവാന്ന് നിനക്ക് ആദ്യം മനസ്സിലാവണം. നീ ആരെയാണ് ദ്രോഹിക്കുന്നത് മനസ്സിലാവണം. അവന്റെ അച്ഛൻ നീ കൊണ്ടും ചിലപ്പോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്റെ മോന് ചിലപ്പോ അവളുണ്ടല്ലോ, മരിച്ചു പോകുമ്പോ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോ ചിലപ്പോ എന്തൊക്കെ ചിന്താഗതിയോട് കൂടിയിട്ടാവുക ആ മനുഷ്യന്റെ ജീവൻ പോയിട്ടുണ്ടാവുക. അതെല്ലാം എന്തുവാ 21 വയസ്സായി ചെറുക്കനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഈ 21 വയസ്സായ ചെക്കനെ കെട്ടുള്ളൂ, ഞാൻ വലിയ ഇതാണ്. എന്തുവാ, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ രേണുവിനെ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലായോ? ഈ എടപ്പള്ളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളാരും പോകത്തില്ല. അതിന് കുറെ കൂതകളുണ്ട്, പോയി ഫോട്ടോ എടുക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കുന്ന കുറെ കൂതകൾ, അത്രേ ഉള്ളൂ. അതൊരു കൂതകളായതുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു പറഞ്ഞ് മനസ്സിലാക്കാനോ പിടിക്കാനോ ഇല്ലാത്ത ഒരു ഇപ്പോഴത്തെ ഒരു ആൾക്കാരുണ്ടല്ലോ, എന്ത് നമുക്ക് എങ്ങനെ നടന്നുകൂടെ, എന്തിനാ മറ്റുള്ളവർ ചോദിക്കുന്നേന്നുള്ളത്. അത് തന്നെ നമ്മുടെ നാട് അതുപോലെ നശിച്ചു വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാ, നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാടില്ലേ. ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും. ഞാൻ കുട്ടി ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ചെറുപ്പമാകത്തില്ല. എന്റെ മോന്റെ അത് കാണിച്ചു കൊടുക്കും അല്ലേ? പിന്നെന്താ? ആണോ? ഞാൻ കൊച്ചു ഡ്രസ് ഇട്ടോണ്ട് ഞാൻ ചെറുതല്ല. എനിക്കൊരു 20 വയസ്സായ ചെറുക്കൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. എന്റെ മനസ്സനുവദിക്കത്തില്ല. ഞാൻ പറയത്തില്ല. എന്റെ വായിൽ നിന്ന് നാക്കിൽ കൂടി ഞാനത് പറയാൻ എനിക്ക് പറ്റത്തില്ല. 21 വയസ്സായ ചെറുക്കനെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോ തന്നെ ഞാൻ ആലോചിച്ച് അങ്ങനെ എന്തോ കണ്ടിട്ടാണ് ഞാൻ കമന്റ് ഇട്ടെന്നാ തോന്നുന്നത്. അഹങ്കാരം കുറയ്ക്കും, മനസ്സിലായോ? അഹങ്കാരം കുറയ്ക്കും. അഹങ്കരിക്കരുത്. നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടിയതിൽ ഒന്നിലും അഹങ്കരിക്കരുത്. എല്ലാം എപ്പോഴും വേണേലും പോവാം. ഒന്നിലും നമ്മൾ ആരും ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എല്ലാവരും മരിക്കാൻ വേണ്ട ആൾക്കാരാ. ചിലവര് അസുഖം വന്ന് മരിക്കും, ചിലവര് ഇപ്പൊ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു വണ്ടി വന്ന് തട്ടിയാൽ നമ്മൾ മരിക്കും. അതുകൊണ്ട് ഇവളെ വെച്ചിട്ട് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവളാരാ? ഇവൾക്ക് വേണ്ടി ലോകം മൊത്തം പ്രാർത്ഥിക്കണ്ട. അവൾക്ക് വേണ്ടി ഇവളുടെ ചേടത്തിയമ്മ പ്രാർത്ഥിക്കുന്ന അടക്കെടുത്തിട്ട് റീലിട്ടേക്കുന്നത്. സത്യത്തിൽ ഇവളാരാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളൊരു നല്ല അന്തസ്സുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനൽ ശ്രുതിയുടെ പേരിൽ തന്നെ തുടങ്ങിക്കോ. ആ ചെറിയ ചെറുക്കനെ ഈ ഒരു കൊച്ചിനെയും കൂടി കയ്യിൽ ഒതുക്കിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ, കുടുംബത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടിയ വരുമാനം മതി, അതിലൂടെ സന്തോഷിക്കുക. ഇപ്പൊ നീ ഇതൊക്കെ ചെയ്തിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് എന്ത് കൊണ്ടുകൊടുക്കുന്നേ? എവിടെയാ നീ കൊണ്ടുകൊടുക്കുന്നേ? ഞാനിത് അത്രയും പറഞ്ഞത് എനിക്ക് അത്രത്തോളം എന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാട്ടോ. കണ്ട് ഒന്നാമത് ഈ പണ്ടാരത്തിന് ഈ സംഭവം വന്നതിന് ശേഷം കൊണ്ട് ഇത് തുറന്നത് തന്നെ എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ നീ ഒരു ചെറുക്കനുണ്ട്, ഒരു വണ്ടിയിൽ നടന്ന് വീഡിയോ എടുക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ, ഈ നട്ടലിന് ക്യാൻസർ വന്നിട്ട്. അവരെ കൊണ്ടിട്ട് നമുക്ക് വല്ല ദ്രോഹമുണ്ടോ? അവരത് പറയുന്നും കൂടിയില്ല എനിക്ക് അസുഖം ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവര് പാട്ടിന് ഇതെടുത്തിട്ട് എത്ര കുഞ്ഞുങ്ങൾ എത്ര അസുഖങ്ങളിൽ കിടക്കുന്നു, എത്ര മക്കള് ഇതായി പോകുന്നു. ഇതൊന്നും ഇവൾക്ക് മാത്രം വന്നിട്ടുള്ള ഞാനൊക്കെ പറഞ്ഞതിന് ചിലപ്പോൾ ഫലിക്കും.
അതാണ് ഞാൻ പറയുന്നത്. ഒരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഉം. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ക്യാൻസർ ദേ ഇവള് അങ്ങനെ പോയി ഇവള് ഇങ്ങനെ പോയി എന്നാ ഇവൻ വന്നിട്ട് പറഞ്ഞില്ലേ തൂങ്ങിയ ഈ കൊച്ചു കാരണം കൊണ്ട് അവള് തൂങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിനൊരു മറുപടിയായിട്ട് ഇവള് എന്തേലും പറഞ്ഞു. ഞാൻ ഒരു അമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. മനസ്സിലായോ? നേരെ തിരിച്ച് എനിക്ക് ഇതിനോടുള്ള ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ സംസാരിക്കത്തില്ല. ഞാനൊരു അമ്മ ആയതുകൊണ്ട് ആ കൊച്ചിന്റെ മനസ്സറിയുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഈ അമ്മ പറയുന്നത് 100% ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം.